Hello everyone, welcome back to Ejuvala 2.0. Plus 2 accountancy ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും കാണാൻ കഴിയാവുന്ന 5 മാർക്കിന്റെ പ്രോബ്ലംസും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ എടുത്ത് നോക്കിയാലേ നമുക്കതിൽ റിപ്പീറ്റഡ് ആയിട്ട് 5 മാർക്കിന് കാണാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു പ്രോബ്ലം ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഇന്നിവിടെ ചെയ്യാണ്. ഒരൊറ്റ പ്രോബ്ലം, അത് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്കാണല്ലോ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത 5 മാർക്കിന്റെ സീരീസ് പോലെ ഓരോ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ അപ്ലോഡ് ചെയ്യട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ദെൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെ തന്നെ 2 ബാച്ചുകളാണ് നമ്മൾ മോഡൽ എക്സാമിന് ശേഷം ഒരു 10 ഡേയ്സിന്റെ ബാച്ച് വിചാരിക്കുന്നുണ്ട്. കാരണം മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഒരു 10 ദിവസത്തിൽ കുറച്ച് മാർക്ക് ഒപ്പിക്കാൻ പറ്റുമോ, ജയിക്കാനുള്ളതോ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 10 ഡേയ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ മാത്രം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ ഭാഗവും അരിച്ചു പെറുക്കിയിട്ടൊന്നും പഠിപ്പിക്കുകയല്ല. 10 ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനും ആൻസേഴ്സും അതിൻ്റെ ഒരു ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. 10 ഡേയ്സ് ഓൺലി. ഫെബ്രുവരി 22 തുടങ്ങിയിട്ട് നമ്മൾ മാർച്ച് 2 3 ആകുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുക ക്ലാസ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ 7907664613 എന്ന് പറഞ്ഞ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ക്രാഷ് ബാച്ച് ഓരോ പാഠം വൈസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ പാഠത്തിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നൊന്നും നിങ്ങൾക്ക് അറിയേണ്ടാവില്ല. അങ്ങനെ ക്രാഷ് ബാച്ച് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ക്രാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസും 10 ഡേയ്സിന്റെ ക്ലാസ് ഡീറ്റെയിൽസും വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 5 മാർക്കിന് കഴിഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന കുറച്ച് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയിരിക്കുന്നത്. 2 വർഷങ്ങളായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പിംഗ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം നമുക്ക് സ്കിപ്പിംഗ് ആണ്. അപ്പോൾ ആ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് പകരം നമുക്ക് ഇതൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് സെക്കൻഡ് ചാപ്റ്ററിലും 3rd ചാപ്റ്ററിലും റീവാലുവേഷൻ അക്കൗണ്ട് വരുന്നുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് 4th ചാപ്റ്ററിലാണ് വരുന്നത്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞ പാഠത്തിലാണ് റിയലൈസേഷൻ വരുന്നത്. റിട്ടയർമെന്റ് ഓർ ഡെത്ത് പാർട്ട്ണർ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ വരുന്നുണ്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റിൽ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിലെ എളുപ്പമുള്ള ടൈപ്പ് ചോദിച്ച അഡ്ജസ്റ്റ്മെന്റ്സും ഉണ്ട്. കുറച്ച് നമുക്ക് ആലോചിച്ച് തല മുന്നാക്കിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം നമ്മളിപ്പോൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് 2021 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് 2021 മാർച്ചിലെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാർച്ചിൽ നിങ്ങളുടെ ഫൈനൽ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് ഇത് എങ്ങനെയാണ് ആൻസർ ചെയ്യാന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പ്രകാശ്, രാജേഷ് ആൻഡ് റഹീം ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. 3 പാർട്ട്നേഴ്സ് കേട്ടോ, പ്രകാശ്, രാജേഷ്, റഹീം. Sharing profit in the ratio of 3:2:1 on 31st March 2009. Rahim's capital showed a credit balance of 20,000. On the same date he dead. അതായത് ഇവിടെ അക്കൗണ്ടിങ് ഇയർ കഴിയുന്ന ദിവസമാണ് 31st മാർച്ച്. അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന ദിവസത്തിലുള്ള ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത്. ആ ദിവസം തന്നെ റഹീം ഡെഡ് മരിച്ചുപോയി. അണ്ടർ ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡേ ദ എക്സിക്യൂട്ടേഴ്സ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് എൻടൈറ്റിൽ, അതായത് മരിച്ച വ്യക്തിയുടെ എക്സിക്യൂട്ടേഴ്സിന് കിട്ടേണ്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റിസർവ് എമൗണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇതിലെ നമുക്ക് പ്രത്യേകിച്ച് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ ഷെയർ, റിസർവിന്റെ ഷെയർ ഒക്കെയാണ് തന്നിരിക്കുന്നത്. അല്ലാതെ ഇവരുടെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന എമൗണ്ടുകളെല്ലാം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിലെ ഈ ഒരു ലൈൻ നിങ്ങൾ നന്നായി നോക്കണം. എക്സിക്യൂട്ടേഴ്സ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ആർ എൻടൈറ്റിൽഡ് എന്ന് വെച്ചാൽ എന്താ, ഡിസീസ്ഡ് പാർട്ട്ണറുടെ എക്സിക്യൂട്ടേഴ്സിനെ ആ ഒരു ദിവസം കിട്ടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്ത്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതൊക്കെ ഇതെല്ലാം ആർക്കുള്ളതാണ്? ആ മരിച്ച വ്യക്തിയായ റഹീമിനുള്ളതാണ്.
ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വേറെ ടൈപ്പിൽ വരാം, ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ഷോഡ് എന്ന് കാണിക്കാം. അതായത് ഇവിടെ മിസ്സൊക്കെ താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം എന്ന് പറയുകയാണ് എങ്കിൽ, ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ഷോസ് എന്ന് പറയുകയാണ് എങ്കിൽ, ഇതിൽ ഇങ്ങനെയാണ് അവിടെ ടൈറ്റിൽ എന്നുണ്ടെങ്കിൽ, എന്നിട്ടാണ് ഈ ഐറ്റംസ് ഒക്കെ തന്നത് എങ്കിൽ അത് 3 പാർട്ട്നേഴ്സിനും അവകാശപ്പെട്ടതാണ്. അവിടെ നമ്മൾ റേഷ്യോ വെച്ചിട്ട് ആരുടെ ഷെയർ കണ്ടുപിടിക്കണം? റഹീമിന്റെ ഷെയർ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ റഹീമിന്റെ ഷെയർ കണ്ടുപിടിക്കേണ്ട, ബിക്കോസ് ഈ തന്നിരിക്കുന്നതെല്ലാം റഹീമിന് മാത്രമുള്ളതാണ്. ഓക്കെ. പിന്നെ മരിച്ച ഡേറ്റ് ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്, പക്ഷെ ഷെയർ ഓഫ് അപ് ടു ഡേറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അപ് ടു ഡേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം, ആ ക്ലോസിംഗ് ഡേറ്റിലാണ് ആര് മരിച്ചിരിക്കുന്നത്? റഹീം മരിച്ചിരിക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റിലാണ് ഡെഡ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു വർഷത്തെ കംപ്ലീറ്റ് കാണും. ആ ഒരു വർഷം കഴിഞ്ഞ് തന്നെ ആ ഒരു വർഷത്തിൽ തന്നെ മരിച്ചു. ആ ഒരു ലാസ്റ്റ് ഡേ അദ്ദേഹം മരിച്ചിരിക്കുകയാണ്. 31 മാർച്ച് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് ദി ഇയർ ആണ്. അപ്പോൾ 1 ഇയറിലത്തെ എല്ലാം അയാൾക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റല്, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല് 1 ഇയർ കൊടുക്കണം. ബിക്കോസ് ഒരു വർഷം അയാൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ചില ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് ഇത്ര എളുപ്പം വരാറില്ല. ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറ് പ്രത്യേകം ഡേറ്റ് തരും. ജൂണിൽ മരിച്ചെന്നോ, ജൂലൈയിൽ മരിച്ചെന്നോ, അല്ലെങ്കിൽ ഏപ്രിൽ മെയ്യിലൊക്കെ മരിച്ചെന്ന് വരുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റ് മുതൽ മരിച്ച ഡേറ്റ് വരെ എത്ര മാസം ഉണ്ടായിരുന്നു ആ മാസം മാത്രം നമ്മൾ ഇതൊക്കെ കണക്കാക്കിയാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഡെറ്റ് ഓർ എക്സിക്യൂട്ടേഴ്സ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പൊ മിസ് ഇവിടുത്തെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഒരേ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം മതി. സോ ഒരു എമൗണ്ടുകളാണ് നമ്മൾ വരയ്ക്കേണ്ടുള്ളൂ. കണ്ടില്ലേ? ഒരേ ഒരു എമൗണ്ട്. റഹീമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഒരാളല്ലേ മരിച്ചിട്ടുള്ളൂ. റിട്ടയർ സംഭവിക്കുമ്പോൾ നമ്മൾ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം ചെയ്താലാണ് അയാൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് നമ്മളൊരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ എമൗണ്ടുകളും വരച്ചിട്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എമൗണ്ട് ആണ് ഓൺ ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് നമ്മൾ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതായത് ക്യാപിറ്റൽ എമൗണ്ട് ആണ് 20,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 20,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അദ്ദേഹത്തിന് ഒരു ഇൻകം ആണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ 5% ഫോർ 1 ഇയർ. അതായത് 20,000 ഇൻറ്റു 5% മാത്രം മതി. ഇപ്പോൾ ഒരു 3 വർഷമൊക്കെ ആണെങ്കിൽ നമ്മൾ 3 മാസമൊക്കെ ആണെങ്കിൽ 3/12, 6 മന്ത് ആണെങ്കിൽ 6/12 ഒക്കെ ചെയ്യണം. ഇവിടെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ലാസ്റ്റ് ഡേ ആണ് മരിച്ചത്. അപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടായിരുന്നു. പിന്നെ റിസർവിൻ്റെ എമൗണ്ട് ഒക്കെ അദ്ദേഹത്തിൻ്റെ മാത്രമാണ് തന്നിരിക്കുന്നത്. അത് അതേപോലെ എടുത്ത് എഴുതാം. ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് എങ്കിൽ എന്താണ്? ബാലൻസ് ഷീറ്റിന്റെ എമൗണ്ട് ആണ് കാണിക്കുന്നത് എങ്കിൽ നമ്മൾ ആ 3 പേരുടെയും ഷെയർ ചെയ്ത് കാണണം. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബാലൻസ് ഷീറ്റ് ഷോസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആ ഒരു റഹീമിന് കൊടുക്കാനുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അയാൾക്ക് കിട്ടാനുള്ളത് എഴുതി. എന്തെങ്കിലും അയാൾ കമ്പനിയിലേക്ക് കൊടുക്കാനുള്ളത് തന്നിട്ടുണ്ട് എങ്കിൽ, അതായത് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ സൈഡിലാണ് ചെയ്താൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്ന് മറക്കരുത്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടും നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനായിട്ട് പാടില്ല കേട്ടോ. ഓക്കെ. അപ്പൊ 27,500 റുപ്പീസ് ആണ് നമുക്ക് ബാലൻസിങ് ഫിഗർ വരുന്നത്. ഇതാണ് 27,500. ഇതാണ് ബാലൻസ് ക്യാരി ഡൗൺ. പക്ഷെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതരുത്. മരിച്ച വ്യക്തിയാണ്. അപ്പം നമ്മളത് എക്സിക്യൂട്ടേഴ്സിന് കൊടുക്കും. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളോ അവർക്ക് കൊടുക്കും. ഇതിലെ 5 മാർക്കിന്റെ കാര്യം ആക്ച്വലി ഇതിലില്ല. കാരണം നല്ല എളുപ്പമല്ലേ. അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക, ബാലൻസിങ് ഫിഗറിന്റെ അവിടെ എക്സിക്യൂട്ടേഴ്സിന് എഴുതാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഡിസീസ്ഡ് പാർട്ണറുടെ ക്യാപിറ്റൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം. ഒന്ന് ഡേറ്റ് എത്രത്തോളം ഡേറ്റ് നമ്മൾ ഉണ്ട്, അതായത് എന്നാണ് മരിച്ചത്, എത്ര മാസമുണ്ട്, ക്ലോസിംഗ് ഡേറ്റ് ശ്രദ്ധിക്കാം. പിന്നെ ബാലൻസ് ഷീറ്റിലത്തെ ഐറ്റംസ് ആണ്. ബാലൻസ് ഷീറ്റ് ഷോസ് ദ ഫേം അണ്ടർ എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത് എങ്കിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 3 പാർട്ട്നേഴ്സിൽ നിന്നും ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഓക്കെ.
നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, കാരണം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ എത്രയും വേഗം ചെയ്യാം. ഈ പാഠവുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഇതിന്റെ ക്ലാസ്, ഈ പാഠത്തിന്റെ മാത്രം ക്ലാസ് മിസ്സിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ വേണം എന്നുള്ളവരെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിലെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ക്രാഷ് ബാച്ചിൽ 4 ചാപ്റ്റേഴ്സും കഴിഞ്ഞൊരു PYQ സെക്ഷൻ കഴിഞ്ഞത്. ഇന്ന് നമ്മൾ ഇതുപോലെ PYQ സെക്ഷനാണ് ഇനി മുതൽ കൂടുതൽ പഠിപ്പിക്കാം. മോഡൽ എക്സാം കഴിയുന്നത് വരെയാണ് നമ്മൾ ക്രാഷ് ബാച്ച് ഉണ്ടാവുക. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ എല്ലാ നോട്ട്സും അവൈലബിൾ ആണ് കേട്ടോ. 10 ഡേയ്സിന്റെ ബാച്ച് വേണ്ടവരും ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ എവരിവൺ, താങ്ക് യു സോ മച്ച്.